കുറാഞ്ചേരിയിലെ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയായി. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇപ്പോൾ കാടും മൊന്തയും പിടിച്ച് ഉപയോഗശൂന്യമായി കിടപ്പാണ്. 2020 സംസ്ഥാന സർക്കാരിന്റെ 12 ഇന പരിപാടികളിൽ ഉൾപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് എന്ന വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചത്. കഴിഞ്ഞ 8 വർഷമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് നഗരസഭയുടെ പിടിപ്പുകേടാണെന്ന് നഗരസഭാ കൗൺസിലർ PN വൈശാഖ് പറഞ്ഞു. കുറാഞ്ചേരിയിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 8 വർഷം മുമ്പ് പണി ആരംഭിച്ച ഒരു കെട്ടിടം ഇതുവരെയായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ നഗരസഭയുടെ പരാജയം, ഈ നഗരസഭ ഭരിക്കുന്ന ആളുകളുടെ, ഈ നഗരസഭ അധികാരികളുടെ പരാജയമാണ് എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഈ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഇതുവരെയും പൂർത്തീകരിച്ചില്ല. അതിൻ്റെ ഇടയിൽ അത് CPMന്റെ നിയന്ത്രണത്തിലുള്ള പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന് അത് മാസവാടകയ്ക്ക് നൽകി എന്നുള്ളതാണ് ഒരു കൗൺസിൽ യോഗത്തിൽ വന്നത്. ആ മാസവാടകയ്ക്ക് നൽകിയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം 6-7 മാസം കഴിഞ്ഞു ആ ഒരു കൗൺസിലിലെ മീറ്റിംഗ് കഴിഞ്ഞ് പെരിങ്ങണ്ടൂർ ബാങ്കിന് ഇത് നൽകിയിട്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു ചെറിയ കല്ലെടുത്ത് വെക്കുന്ന പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. ഇതുവരെയും ആ സ്ഥലം കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വടക്കാഞ്ചേരി നഗരസഭ എത്രത്തോളം പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുറാഞ്ചേരിയിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം. ഏതൊരു സാധാരണക്കാരനും അതിലൂടെ പോകുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. 8 വർഷം ഒരു കൊച്ചു കെട്ടിടം പണിയാൻ 8 വർഷം സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന ആളുകളുടെ പരാജയമാണ്. നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും ഇതിന് ഉത്തരം നൽകണമെന്നാണ് UDFന് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളത്. ടേക്ക് എ ബ്രേക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമി ആരുടെ കൈവശമാണെന്ന് വ്യക്തമായ രേഖ ഇപ്പോഴും ആരുടെയും കയ്യിലില്ല. ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്നതിന് മുൻപ് നഗരസഭയുമായി ആലോചിക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും ഫണ്ട് അനാവശ്യമായി ചിലവാക്കിയതും ഇതിനിടയിൽ ഹൈക്കോടതിയിൽ ഒരു കേസും നിലവിലുണ്ട്. സ്ഥാപനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൈമാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ നാളിതുവരെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഒരു പുരോഗതിയുമായിട്ടില്ല. സംഭവത്തിന് ഉത്തരവാദികളായ നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ വൈസ് ചെയർമാനും ഉത്തരം പറയണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഇതിനിടയിൽ മദ്യപിക്കുന്നവരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ